വെള്ളവും വളവും നൽകി പരിപാലിക്കുകയൊന്നും വേണ്ട. ഏത് പറമ്പിലും ഏത് കാലാവസ്ഥയിലും തഴച്ചു വളരും. വിത്തിടുകയോ തൈനട്ട് പരിപാലിക്കുക പോലും ചെയ്യേണ്ട. തനിയെ പൊട്ടിമുളച്ച് സ്വയം അങ്ങ് വളർന്നോളും. പപ്പായയെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ എവിടെയും എപ്പോഴും കിട്ടുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിൽ പപ്പായക്ക് ഒരു വിലയുമില്ല. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പഴങ്ങൾ വലിയ തുക കൊടുത്ത് വാങ്ങിക്കഴിക്കും. എന്നാൽ വീട്ടുമുറ്റത്ത് വളരുന്ന ഒരേ സമയം പഴമായും പച്ചക്കറിയായും ഉപയോഗിക്കാവുന്ന പപ്പായയെ അത്ര കാര്യമായി പലരും തീന്മേശയിലേക്ക് എടുക്കാറുമില്ല. മലബന്ധം പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധി മാത്രമല്ല, ഒരുപാട് വിറ്റാമിനുകളും ധാതുക്കളും ഉള്ളടങ്ങിയിട്ടുണ്ട് പപ്പായയിൽ. അതുകൊണ്ട് തന്നെ അത്ര ചില്ലറക്കാരനല്ല ഇവനെന്ന് പറയാം. വെറും വയറ്റിലും അല്ലാതെയും രാവിലെ പപ്പായ പതിവാക്കുന്നത് കൊണ്ട് എണ്ണമറ്റ ഗുണങ്ങളുണ്ട്. എന്നും രാവിലെ പ്രാതലിനൊപ്പം പപ്പായയും സ്ഥിരമിനമാക്കിയാൽ ഒരു ചെലവുമില്ലാതെ ഒരുപാട് ഗുണങ്ങൾ നേടാനാകും. മലവിസർജനത്തെ ആയാസരഹിതമാക്കാൻ സഹായിക്കുന്ന പ്രകൃതിദത്തമായ ഒരു ഔഷധവും വിറ്റാമിൻ സിയുടെ കലവറയും കൂടിയാണിവൻ. നിങ്ങളുടെ ശാരീരികോർജ്ജം കൂട്ടാനും മാനസിക സംഘർഷം ലഘൂകരിക്കാനും പപ്പായ സഹായിക്കും. പപ്പായയുടെ ഗുണങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. പ്രകൃതിദത്തമായ പഞ്ചസാരയും പോഷകങ്ങളും ധാതുക്കളും തന്നെയാണ് പപ്പായയുടെ മെയിൻ. രാവിലെ തന്നെ പപ്പായ കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന് കൂടുതൽ ഉണർവാകും. ശാരീരികോർജ്ജം കൂട്ടുകയും ചെയ്യും. ദഹനപ്രക്രിയ കുറയുന്ന ഘട്ടത്തിലാണ് പപ്പായയിൽ അടങ്ങിയിട്ടുള്ള പപ്പൈൻ എന്ന പ്രോട്ടീൻ ഏറെ ഗുണമായി വരിക. ദഹനപ്രക്രിയയെ കാര്യക്ഷമമാക്കാൻ അത് സഹായിക്കും. ദഹന സംബന്ധമായ പ്രശ്നങ്ങളും അത് തീർക്കും. ഭക്ഷണത്തിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് പപ്പായ കഴിക്കുന്നത് ശീലമാക്കുന്നതും നല്ലതാണ്. ദഹനേന്ദ്രിയം ഏറെക്കുറെ തിരക്കൊഴിഞ്ഞു നിൽക്കുന്ന സമയമാകുമത്. അതുകൊണ്ട് തന്നെ പഴത്തിൻ്റെ പോഷകങ്ങൾ കൃത്യമായി ശരീരത്തിലേക്ക് വലിച്ചെടുക്കാൻ അത് സഹായിക്കും. ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറിന് ശേഷം പപ്പായ കഴിച്ചാൽ വേറെയും ഗുണങ്ങളുണ്ട്. ശരീരത്തിൽ സ്വാഭാവികമായി നടക്കുന്ന വിഷമുക്തമാക്കൽ പ്രക്രിയയെ സഹായിക്കാൻ പപ്പായയുടെ നാരുകൾക്കാകും. ശരീരത്തിനകത്തെ വിഷാംശങ്ങളും മാലിന്യങ്ങളും നീക്കം ചെയ്യാനും അത് സഹായിക്കും. പപ്പായയ്ക്ക് ബ്ലഡ് ഷുഗർ നില ഉയരുന്നത് തടയാനാകും. ബ്ലഡ് ഷുഗർ നിലയെ നിയന്ത്രിക്കാനും ഇത് സഹായിക്കും. പപ്പായ കഴിക്കുന്നത് പലതരത്തിലും ആത്മസംതൃപ്തി നൽകുന്ന കാര്യം കൂടിയാണ്. പ്രത്യേകിച്ചും ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറെ ഗുണകരമായൊരു വിഭവമാണിത്. പപ്പായയിലെ നാരുകളും കുറഞ്ഞ കലോറിയുമെല്ലാം തന്നെയാണ് അതിനു കാരണം. ഭക്ഷണശേഷമുള്ള സമയം ശരീരത്തിൽ പോഷകങ്ങളുടെ ഉപയോഗം ഏറ്റവും ശക്തമായി നടക്കുന്ന ഘട്ടം കൂടിയാണ്. വിറ്റാമിനുകളും ധാതുക്കളും കോശങ്ങൾക്ക് ഏൽപ്പിക്കുന്ന പരിക്കുകൾ പരിഹരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും എല്ലാം പപ്പായയിൽ അടങ്ങിയിട്ടുണ്ട്. ശരീരം പോഷകങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഘട്ടത്തിലാകും പപ്പായ ഏറെ ഗുണമായി വരിക. ശാരീരികോർജ്ജം കൂട്ടാനും മാനസിക നിലയ്ക്ക് കൂടുതൽ ഉത്തേജനം പകരാനും പപ്പായക്കാകും. വിറ്റാമിൻ സി പോലുള്ള പോഷക ഘടകങ്ങൾ മാനസികമായ സംഘർഷം അകറ്റാൻ സഹായിക്കും. ശാരീരികോന്മേഷം പകരുകയും ചെയ്യും. ആഹാരക്രമങ്ങളും ഡയറ്റും പിന്തുടരുന്നവർ പപ്പായയെ അവരുടെ മെനുവിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിറ്റാമിൻ എയും സിയും പോലെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ നിറഞ്ഞു നിൽക്കുന്നതിനാൽ പപ്പായ നിങ്ങളുടെ തൊലിയുടെ തിളക്കവും മിനുസവും കൂട്ടും. പേശികളിലും ചർമ്മത്തിലും അടങ്ങിയ കൊളാജൻ പ്രോട്ടീനിൻ്റെ സംയോജനം എളുപ്പത്തിലാക്കുകയും ചെയ്യും. തൊലിയുടെ ചുളിവുകൾ കുറയ്ക്കും. ശാരീരിക ഊർജ്ജത്തിനൊപ്പം പുറം കാഴ്ചയിലും എപ്പോഴും യുവത്വം നിലനിർത്താൻ സഹായിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കും. ശരീരത്തിനകത്ത് കടന്നു കയറാനിടയുള്ള പകർച്ചവ്യാധികളെയും രോഗങ്ങളെയുമെല്ലാം ചെറുക്കാൻ അത് ശരീരത്തിന് കൈത്താങ്ങാകും. പപ്പായയുടെ ബെറ്റ കരോറ്റിൻ നിറവും അതിനകത്തെ വിറ്റാമിൻ എയുമെല്ലാം മാക്കുലർ ഡീജനറേഷൻ എന്ന കാഴ്ചശക്തി കുറയുന്ന പ്രത്യേക രോഗാവസ്ഥയെ തടയും. പ്രായാധിക്യം കാരണം കാഴ്ചശക്തിക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിലും സുരക്ഷയാകും. കണ്ണിൻ്റെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും കാവലാവുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ നിരവധി ഗുണങ്ങളടങ്ങിയ ഒന്നാണ് പപ്പായ. വേണ്ട രീതിയിലുള്ള പരിഗണന നൽകിയാൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ സുപ്രധാന പങ്ക് വഹിക്കാൻ പപ്പായയ്ക്ക് സാധിക്കും.